ഞാൻ പവിത്ര. ഞാൻ പഠിച്ചത് ബിടെക് കഴിഞ്ഞത് MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം, MTech കഴിഞ്ഞത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET എന്നാണ്. എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഏണസ്റ്റിൽ ഇങ്ങനെ യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ടാണ് ഇവിടെ ഏണസ്റ്റിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് എനിക്ക് ഈ റാങ്ക് കിട്ടിയതെന്ന് പറയാം. ടെൻഷൻ പിന്നെ എന്തായാലും അവസാന നിമിഷം ടെൻഷൻ ഇല്ലാണ്ട് ഇരിക്കില്ല. പിന്നെ അമ്മയും PSC വഴി കയറിയ ടീച്ചറായിരുന്നു, ടീച്ചറാണ്. അപ്പൊ അമ്മ പറഞ്ഞു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളതും കൂടി പോവുക ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ മാക്സിമം റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതാൻ നോക്കി. ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാമിൽ 5th റാങ്ക് നേടിയ പവിത്ര മിസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സെഷനിലേക്ക് മിസ്സിനെ സ്വാഗതം ചെയ്യാം. മിസ്സേ, വെൽക്കം ടു അവർ സെഷൻ. മിസ്സിന് ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. HSST എക്സാമിൽ 5th റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം മിസ്സിനെ പറ്റിയിട്ട് അറിയാൻ നമുക്കും അതേപോലെ നമ്മുടെ സ്റ്റുഡൻസിനും താല്പര്യമുണ്ട്. മിസ്സിനെ പറ്റി മിസ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ പവിത്ര. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുലാവന്തോളാണ്. ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാട് മണ്ണാർക്കാടാണ്. ഞാൻ പഠിച്ചത് ബിടെക് കഴിഞ്ഞത് MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം, MTech കഴിഞ്ഞത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET എന്നാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് പെരിന്തൽമണ്ണ ക്യാമ്പസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ സാധാരണ റാങ്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ ചിലർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അവരൊരു 10 റാങ്കിനുള്ളിൽ വരണം എന്നൊരു എയിം വെച്ചിട്ടാണ് പഠിച്ചതെന്നൊക്കെ. അപ്പം മിസ് ആ ഒരു രീതിയിൽ ഇത്ര റാങ്കിനുള്ളിൽ എത്തണം എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നോ മിസ്സിന്? ഉണ്ടായിരുന്നു വെച്ചാൽ വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല. നമുക്ക് മുന്നിൽ വന്നാൽ തന്നെ പെട്ടെന്ന് അഡ്വൈസ് വരാനും ജോലി കിട്ടാനൊക്കെ പറ്റുള്ളൂ. ഒരു 10ൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടണം. ഫസ്റ്റ് അഡ്വൈസ് വരുമ്പോൾ തന്നെ ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് ആദ്യമായിട്ട് എഴുതുന്ന എക്സാം HSST കമ്പ്യൂട്ടർ സയൻസ് ആണോ? മുന്നേ എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷെ പഠിച്ചെഴുതിയത് ഇതാണ്. സിലബസ് പഠിച്ച് ആ ഫോർമാറ്റിൽ പഠിച്ച് എഴുതിയ എക്സാം HSST ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടെക്നിക്കൽ PSC രംഗത്തേക്ക് മിസ് വന്ന ഒരു ജേണി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊന്ന് പറയാമോ? ഞാൻ ആദ്യം എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ജനറൽ PSC ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു, GK. അത് പക്ഷെ നമ്മുടെ ഫീൽഡ് അല്ല. GK കുറേ പഠിക്കണം. പക്ഷെ അപ്പോൾ നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ ഫീൽഡിൽ നോക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും. അപ്പോഴാണ് HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് നോക്കുന്ന എക്സാം HSST ആണ്. അതിലാണ് ഇപ്പോൾ 5th റാങ്ക് കിട്ടിയിരിക്കുന്നത്. മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പഠിച്ചെഴുതിയത് ഇത് മാത്രം. അപ്പോൾ മിസ് തന്നെ പറഞ്ഞു ഇപ്പോൾ ജനറൽ PSC മിസ് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനറൽ PSCയിൽ നിന്ന് നമ്മൾ ടെക്നിക്കൽ PSCയിലേക്ക് വന്നപ്പോൾ മിസ്സിൻ്റെ ഒരു സ്റ്റഡീസിലൊക്കെ മിസ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പം മിസ്സിന് എന്ത് ചേഞ്ചാണ് ഫീൽ ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നി, ടെക്നിക്കൽ PSC. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു സബ്ജക്റ്റ്, അതിൽ പ്രിപ്പയർ ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. GK എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി, കുറച്ചധികം വാസ്റ്റായിട്ട് വരും. അപ്പം അത്രയും ഏരിയ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കോമ്പറ്റീഷൻ ഒന്നുകൂടിയും കൂടും ചെയ്യും GK ജനറൽ പഠിക്കുമ്പോൾ. അപ്പോൾ എനിക്കൊന്നും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് ടെക്നിക്കൽ PSC ആയിട്ട് തോന്നുന്നത്. അപ്പം മിസ് പറഞ്ഞു മിസ് ആദ്യമായിട്ട് പഠിച്ചെഴുതുന്ന ഒരു എക്സാം HSST കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ മിസ്സിന് 5th റാങ്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം മിസ്സിൻ്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പം മിസ്സിൻ്റെ ഒരു പഠന രീതി, ആ ഒരു ജേണി ഒന്ന് പറയാമോ? എനിക്ക് സെൽഫ് പ്രിപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പറ്റുന്നവരുണ്ടായിരിക്കാം. എനിക്കൊരു ഗൈഡൻസ് എപ്പോഴും എനിക്ക് വേണ്ട ഒരാളാണ്. എന്നാലും മറ്റേ വാസ്റ്റ് ഏരിയ ആണ്, എനിക്ക് എവിടെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ ഗൈഡൻസിന് വേണ്ടി ഞാൻ ഇവിടെ ഏണസ്റ്റിൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ എപ്പോഴും കാണാറുണ്ടായിരുന്നു. നല്ല ക്ലാസ്സുകളാണ്. അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ബേസിൽ മാത്രമാണ് ഞാൻ പഠിച്ചതും എനിക്ക് ഈ റാങ്ക് കിട്ടിയതും. സത്യമാണ്, വേറെ എവിടെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല വേറെ. അപ്പോൾ അതേപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പും കാര്യമായിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന മെൻറ്റർ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റഡി പ്ലാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോഴേക്കും ക്ലാസ്സുകൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ സ്റ്റഡി പ്ലാൻ ഒരാഴ്ചയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ ആണ് അത് ഫോളോ ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടും. ആ സ്റ്റഡി മറ്റേ വീക്കെൻഡിൽ എക്സാം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അത് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു റീഡിംഗ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ സ്കൂളിലായിട്ട് നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് 4 മണി വരെ അവിടെ ഇരുന്ന് പഠിക്കും. ഇത് തിരിച്ച് വീട്ടിലേക്ക് വരും. മോളെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാനെ ഫോളോ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അവിടെ സെൽഫായിട്ട് ക്ലാസ് കേട്ടിട്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഗൈഡൻസ് വേണ്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ക്ലാസ് വേണ്ടി നോക്കി നല്ല ക്ലാസ് എടുത്തു, ഫലം ഉണ്ടായി.
ഇപ്പം മിസ് പറഞ്ഞു മിസ് സ്വന്തമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പം മിസ് എക്സാംസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ റിവിഷൻ പ്ലാൻ ആകുമ്പോൾ അതിനകത്ത് എക്സാംസും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ മിസ് മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ എടുക്കുന്ന ഒരാളായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു രീതി? മോക്ക് ടെസ്റ്റുകൾ പരമാവധി ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. ചിലതൊക്കെ മിസ്സാവുണ്ടെങ്കിലും മാക്സിമം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് എക്സാമിന് ഒന്നും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് അത്രയും മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കാം എക്സാമിന്റെ മുന്നേ. അത് ഒരുപാട് ഗുണം ചെയ്യും, ഒരുപാട് ചെയ്യും. അതെ അതെ. അപ്പോൾ മിസ് ഈ ഒരു എക്സാമിനായിട്ട് ടോട്ടൽ എത്ര നാള് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും? ഇപ്പം മിസ് പറഞ്ഞു റീഡിംഗ് റൂമിൽ പോയിരുന്നത് മിസ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്ന് കൃത്യമായിട്ട് ഡെയിലി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. മിസ്സിന് ആ ടൈമിലൊക്കെ മിസ്സിന്റെ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന മോട്ടിവേഷനൊക്കെ ആ ഒരു എക്സാം വരെയും മിസ്സിനുണ്ടായിരുന്നു? അതോ ആ ഒരു കൺസിസ്റ്റൻസി മിസ് എങ്ങനെയാണ് കീപ്പ് ചെയ്തതെന്ന്? പലർക്കും തുടക്കത്തിൽ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുമ്പം ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷെ അത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ആ മോട്ടിവേഷൻ ഒന്നും കാണില്ല. ആ പഠിക്കുന്ന രീതികളൊക്കെ മാറും. എക്സാം ആവട്ടെ എന്ന് കരുതിയിരിക്കും. അപ്പം മിസ്സിന്റെ ആ ഒരു രീതി എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഞാൻ സത്യം പറഞ്ഞ ഒരു 5-6 മാസം അത്രയാണ് ഞാൻ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തത്. എക്സാമിന് മുന്നേ 5-6 മാസം കറക്റ്റായിട്ട് നോക്കി. അപ്പോൾ അത്രയും സമയം വേണം ശരിക്കും ഒരു സിലബസ് നല്ല വായിച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. HSST ആകുമ്പോൾ നല്ല സിലബസും ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ ഒരു 6 മാസം എന്തായാലും വേണം. അപ്പോൾ അത്രയാണ് ഞാൻ കാര്യമായിട്ട് നോക്കിയത്. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഡിമോട്ടിവേറ്റ് ആയാലും എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഈ ലിസ്റ്റിൽ കയറി പറ്റണം, നല്ല റാങ്ക് എത്തണം, എന്നാൽ പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ നല്ല റാങ്ക് കിട്ടണം. അപ്പോൾ ആ ലക്ഷ്യം എപ്പോഴും ഓർക്കും. എൻ്റെ ഹസ്ബൻഡായാലും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും ജോലിയുടെ ആവശ്യകതയും ഇന്ന് ജോലിയിലാണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേപോലെ അമ്മയും സപ്പോർട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ മോളുടെ കാര്യം ഇപ്പം എനിക്ക് കുറച്ച് അധികം പഠിക്കാനുണ്ടെങ്കിലും മോളുടെ കാര്യമൊക്കെ അമ്മ നോക്കുമായിരുന്നു. അതും സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിമോട്ടിവേറ്റ് ആയിട്ടില്ലാലും ഫാമിലി സപ്പോർട്ട് നല്ല ഉണ്ടായിരുന്നു. അതേപോലത്തെ ലക്ഷ്യം ഞാൻ എപ്പോഴും എനിക്ക് കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഡിമോട്ടിവേറ്റ് അങ്ങനെ ആയിട്ടില്ല. ഓക്കെ, മിസ്സിന്റെ ആ ഒരു എയിം നേടണം എന്നുള്ളൊരിത് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു എക്സാം ഹോളിൽ ചെന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്തെങ്കിലേ നമുക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും എക്സാം ഹോളിൽ നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പം മിസ്സിന് എക്സാം ഹോളിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ നേരത്തെ റിവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകണം എന്നുള്ളൊരു പ്ലാനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ മിസ്സിന്? ഞാൻ സിലബസ് ആദ്യം പഠിക്കുമ്പോൾ ആദ്യം ചെയ്ത് സിലബസ് നല്ല മനസ്സിലാക്കി. എത്ര പഠിക്കാനുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി. പിന്നെ എല്ലാ പോർഷൻസും ഒരു ടൈം ക്ലാസ് കേട്ടു, നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. വീക്കെൻഡിൽ ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുക. ഒരു ടൈം റിവിഷൻ അപ്പം കഴിഞ്ഞു. പിന്നെ സിലബസ് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് കൂടി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തു. ഉള്ള നോട്ട്സിന് ഒന്നുകൂടി ഷോർട്ടാക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. ആ സിലബസുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത മാതിരിയായി. അപ്പോൾ സിലബസ് മാക്സിമം തറോ ചെയ്യുക, കണ്ടന്റ് അത്രയും മാക്സിമം തറോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നും. പിന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി, MCQകൾ കുറേ ചെയ്ത് നോക്കി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൂടുതലായിട്ട് അടുപ്പായി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി മുന്നേ കണ്ടതാന്നുള്ളൊരു ഫെമിലാരിറ്റി തോന്നി. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നി. ടെൻഷൻ പിന്നെ എന്തായാലും അവസാന നിമിഷം ടെൻഷൻ ഇല്ലാണ്ടിരിക്കില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് എക്സാമിന്റെ തലേദിവസം ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, എങ്ങനെ ടെൻഷൻ അവോയ്ഡ് ചെയ്യാം, അതൊക്കെ കേട്ടിട്ടപ്പോൾ ഒന്നുകൂടി റിലാക്സ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ അമ്മയും PSC വഴി കയറിയ ടീച്ചറായിരുന്നു, ടീച്ചറാണ്. അപ്പൊ അമ്മ പറഞ്ഞു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളതും കൂടി പോവുക ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ മാക്സിമം റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതാൻ നോക്കി. അപ്പോൾ അത്രയും ടെൻഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബ്രെയിൻ ഫ്രീ ആയിരിക്കും, ഒന്നുകൂടി കാര്യങ്ങൾ വരും. മിസ് പറഞ്ഞ പോലെ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പോയാൽ തന്നെ നമുക്ക് പകുതി ടെൻഷൻ അവിടെ എക്സാം ഹോളിൽ പുതിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് പുതിയതാ നേരത്തെ കണ്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവില്ലല്ലോ. പിന്നെ മാക്സിമം റിവിഷൻ മസ്റ്റാണ്. റിവിഷൻ കഴിഞ്ഞാൽ അത്രയും കണ്ടന്റ് അത്രയും തറവാക്കി വെക്കുക. മിസ്സിന് ആ ഒരു ടൈം എല്ലാം കറക്റ്റായിട്ട് ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തത് കൊണ്ട് മിസ്സിന് അതിനെല്ലാം ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് എനിക്ക് ഓഗസ്റ്റ് 8 എക്സാം. ജൂലൈയിൽ മോൾക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പ്രശ്നം വന്നു. അപ്പോൾ കുറച്ച് പോർഷൻസ് എനിക്ക് കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ അത് ഞാൻ നോക്കാൻ നിന്നില്ല. ഓൾറെഡി പഠിച്ചു വെച്ചതിനെ ഞാൻ തറവാക്കി. ലാസ്റ്റ് മിനിറ്റിൽ പുതിയതായിട്ടൊന്നും പഠിച്ചില്ല. ഞാൻ പഠിച്ചു വെച്ചതിനെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഈ കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇനി നിരവധി അവസരങ്ങൾ നമ്മുടെ കേരള PSC വരുന്നുണ്ട്. റീസെന്റ് ആയിട്ട് നടക്കാൻ പോകുന്ന എക്സാം കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതേപോലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക്. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് അതിനായിട്ട് നോക്കിയിരിക്കുന്നവരുണ്ട്. മിസ് ആ ഒരു എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് മിസ്സിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? വൺസ് ഒരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അത് മാക്സിമം ആയിട്ട് എഫേർട്ട് എടുക്കുക. എന്ന ലക്ഷ്യം എന്തായാലും കിട്ടും. അവിടെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക. അതേപോലെ സിലബസ് അറിഞ്ഞ് പഠിക്കുക, റിവിഷൻ നടത്തുക, MCQകൾ കുറേ ചെയ്ത് നോക്കുക.
പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സിലബസും ഒക്കെ സെയിം ആണ് എക്സാമിന്. അപ്പോൾ ഒരു സിലബസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ MCQ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എക്സാമിന് കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അടുപ്പിച്ച് വരുന്നതും കൂടി ആയതുകൊണ്ട് നമുക്ക് ഒറ്റ വെടിക്ക് 2 വർഷം പറഞ്ഞ പോലെ നമുക്ക് എന്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിനായിട്ട് നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ പഠിക്കണത് നന്നായിട്ട് പഠിക്കുക, റിവിഷൻ പഠിച്ച് MCQകൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ ഗൈഡൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം, നമുക്ക് കോച്ചിങ് ക്ലാസ്സുകൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്ത പവിത്ര മിസ്സിന് താങ്ക് യു സോ മച്ച്. അപ്പം മിസ്സിന് ഇനി ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം.